അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചില്ല എന്ന വാദം നിരത്തിയാൽ പോലും ഈ ബാരൽ ഈ മതിലിനോട് അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാനും ഈ ജയിൽ ചാട്ടത്തിനുള്ള മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കാനും ഈ സെല്ലിന്റെ കമ്പി മാസങ്ങളോളം ഇരുന്ന് മുറിച്ചു മാറ്റാനും ഒക്കെ തുടങ്ങിയിരുന്ന ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാനോ ഈ നീക്കങ്ങൾ മനസ്സിലാക്കാനോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥർക്കും സാധിച്ചില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ അലംഭാവം, ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ 1:10 കൂടിയിട്ടാണ് ഈ ജയിൽ ചാട്ടത്തിലേക്ക്, ആ ദൗത്യത്തിലേക്ക് ഈ സെല്ലിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദചാമി കടക്കുന്നത്. അതിനുശേഷം ആ 10ാം ബ്ലോക്കിന് തന്നെ പ്രത്യേകമായ മതിൽക്കെട്ടുണ്ട്. അത് കടന്നതിന് ശേഷവും ആ കോമ്പൗണ്ടിൽ തന്നെ മണിക്കൂറുകളോളം ഗോവിന്ദചാമി അകപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ പ്രധാന മതിൽക്കെട്ട് കടന്ന് ഗോവിന്ദചാമി പുറത്തേക്ക് പോകുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന സാഹചര്യം. അപ്പോൾ ഇതിനിടയിലൊന്നും അവിടെ റോന്തു ചുറ്റാൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ലേ? നിരീക്ഷണം ഉണ്ടായിരുന്നില്ലേ? അവർ CCTV ക്യാമറകൾ പരിശോധിച്ചിരുന്നില്ലേ? ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ അലംഭാവത്തെ നമുക്കൊരിക്കലും ന്യായീകരിക്കാനോ മറച്ചു വയ്ക്കാനോ 4 പേരുടെ സസ്പെൻഷനിൽ ഒതുക്കാനോ സാധിക്കില്ല എന്നതല്ലേ വാസ്തവം? തീർച്ചയായും ആര്യ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ CCTV ക്യാമറ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. അവർ എന്ത് ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ട് ഇയാൾ ഇത്രയും സമയമെടുത്ത് 1ാമത്തെ ബ്ലോക്ക് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ചുറ്റുമതിലുണ്ട്, അത് കടന്ന് 2ാമത്തെ ഈ ബ്ലോക്കിലേക്ക് വരുന്നു, അവിടെ ചുറ്റുമതിലുണ്ട്. ഈ ഇത്രയും സമയം എങ്ങനെയാണ് CCTV ക്യാമറകൾ ഇത്രയും നിരീക്ഷിക്കുന്നതിനിടയിലും ഇയാൾക്ക് പുറത്തു പോകാൻ സാധിച്ചു? അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ മറ്റു തടവുകാരുടെ അവസ്ഥ, അവർക്ക് ഈ രീതിയിൽ ജയിൽ ചാട്ടവുമായി മറ്റും നടത്താൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഒരു കൈ മാത്രമുള്ള ഈ ഗോവിന്ദചാമിക്ക് ഇങ്ങനെ സാധിക്കുമെങ്കിൽ ഇതിൽ ഒരുപാട് ക്രിമിനലുകൾ ഈ 10ാം ബ്ലോക്കിൽ തന്നെ ഉണ്ട്. ABCD എന്ന കാറ്റഗറിയിൽ Bയിലാണ് ഇത്തരത്തിൽ ഈ ഗോവിന്ദചാമി ഉള്ളത്. മറ്റു തടവുകാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? മാത്രമല്ല, ഇത്തരം തടവ് പുള്ളികൾ ജയിൽ ചാടിയാൽ സൈറൺ മുഴക്കണമെന്ന നിയമമുണ്ട്. അതും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. 5 മണിക്ക് ഈ വിവരം അറിയുന്നു. 5 മണിക്ക് വിവരം അറിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ വൈകിയാണ് പോലീസിനെ അറിയിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര കാലതാമസം വരുത്തി? ആ 2 മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ ഇയാൾ ഒരു ലോറിക്ക് കൈനീട്ടിയെന്നാണ് പറയുന്നത്. ആ ലോറി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്തൊന്നും ഇയാളെ പിടികൂടാൻ കഴിയില്ലായിരുന്നു. കാരണം ഇയാൾ വേഷം മാറി പല സ്ഥലങ്ങളിലും നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ഈ മുംബൈ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ സമീപകാലത്തൊന്നും പിടികൂടാൻ കഴിയാത്ത രീതിയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുമായിരുന്നു. മാത്രമല്ല, ഇയാൾ വൻ കവർച്ച പദ്ധതിയിട്ടു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ജയിലധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ജയിലധികൃതരുടെ അന്വേഷണം ഇന്നും തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഇന്നും തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും ഉണ്ടാകും. തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയായി. ജയിലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ആ സ്ഥലം, അത് മാത്രമല്ല ഇയാൾ ഈ 2ാമത്തെ മതിൽ ചാടിക്കടന്ന ആ സ്ഥലത്ത് ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒളിവിൽ കഴിഞ്ഞ ആ സ്ഥലം, ആ കിണർ, ആ പ്രദേശങ്ങളിലൊന്നും തെളിവെടുപ്പ് നടത്തിയില്ല. പേരിനൊരു തെളിവെടുപ്പ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള തെളിവെടുപ്പ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ഇയാൾ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിലാണ് ഇയാളെ ഇന്നലെ വീണ്ടും റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയത്. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യം അത് ഇന്ന് പരിഗണിക്കും. എന്നാലും ഇയാൾ പുറത്തിറങ്ങിയാൽ വലിയ ഒരു വൻ കവർച്ച തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിന് തന്നെ ഭീഷണി ആകുന്ന ഒരു വ്യക്തിയാണ്, അത്തരത്തിലൊരു കൊടും കുറ്റവാളിയാണ് ഇന്നലെ ചാടി പുറത്തേക്ക് പോയത്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ എക്സ്ക്ലൂസീവായി പുറത്തേക്ക് വിടുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ബൈജു, ഈ ABCD എന്നീ സബ് ബ്ലോക്ക് അടങ്ങിയ 10ാം ബ്ലോക്കിൽ വാർഡൻ ഡ്യൂട്ടിക്ക് മാത്രമായി നിയമിക്കേണ്ടത് 14 വിമുക്ത ഭടന്മാരെയാണ്. പക്ഷേ ഇവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി നിയോഗിക്കേണ്ടി വന്നത്? ആവശ്യത്തിനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഡ്യൂട്ടിക്കില്ല എന്നതാണോ സാഹചര്യം? തീർച്ചയായും ആര്യ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ
തടവ് പുള്ളികളെ നോക്കാൻ വേണ്ടി മാത്രം നിയോഗിച്ച 15 അർദ്ധസൈനികരെ ഇത്തരത്തിൽ മറ്റ് ജോലിക്കായി നിയോഗിച്ചു എന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഈ 10-ാം ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിലുള്ള തടവ് പുള്ളികളെ നോക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 10-15 പേരെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരൊന്നും തന്നെ ഈ ഒരു തടവ് പുള്ളികളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അത്തരം ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നില്ല എന്നതാണ് വളരെ ഗുരുതരമായ വീഴ്ച. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിലിന്റെ അകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾ വഴി പുറത്ത് എത്താറില്ല. ഒരുപക്ഷെ ഉദ്യോഗസ്ഥരും ജയിൽ പുള്ളികളും തമ്മിൽ വലിയ ബന്ധങ്ങൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നേരത്തെ മദ്യം ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നത്, മൊബൈൽ ഫോൺ ഉൾപ്പെടെ എത്തിക്കുന്നത് ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായ പരിശോധന. 6 ജയിൽ പുള്ളികൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു വാർഡൻ എന്ന നിലയിലാണ് നിയമമെങ്കിൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഏതായാലും ജയിലിൽ ജീവനക്കാരുടെ കുറവുണ്ടെന്ന കാര്യത്തിൽ സത്യമാണ്, സത്യാവസ്ഥയാണ്. അത് ജയിലിൽ വലിയ തോതിലുള്ള ജീവനക്കാരുടെ കുറവുണ്ട്. ഉള്ള ജീവനക്കാരെ വെച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ഗൗരവമില്ലാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ വിരമിച്ച സൈനികർ അവർ പലപ്പോഴും പുറത്ത് വരെ ജോലി ചെയ്യുന്ന സാഹചര്യം, അവരെ കൃത്യമായി ഇത്തരത്തിൽ തടവ് പുള്ളികളെ മാത്രം നോക്കാൻ വേണ്ടി നിയോഗിച്ചതാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത്തരത്തിലുള്ള മറ്റ് ഭാഗങ്ങളിലേക്കുള്ള മറ്റ് ഇടങ്ങളിലേക്കുള്ള ഈ ജയിലുമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഇവരെ നിയോഗിക്കുന്നത്. മാത്രമല്ല രാത്രി ഇത്തരത്തിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി ഉറങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. അത്രത്തോളം ഗൗരവമില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ 24 മണിക്കൂറും CCTV ക്യാമറ നിരീക്ഷിക്കണം, തടവ് പുള്ളികളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കണം. അത്തരം സംഭവങ്ങളൊന്നും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇല്ല. ഏതായാലും ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അത് ജയിലിലെ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച, ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഇന്ന് 11 മണിക്ക് നടക്കുന്ന പ്രധാനപ്പെട്ട യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന കാര്യത്തിൽ വളരെ പ്രധാനം തന്നെയാണ്. എന്തായാലും ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകും. ഇതിൽ ജയിൽ ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നുണ്ടാകും. ഒപ്പം പോലീസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കാം. ആര്യ, ബൈജു, അതായത് ഇപ്പോൾ നമ്മൾ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവത്തെക്കുറിച്ചും ജയിലിനുള്ളിലെ അനാസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള നിരവധി വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രതികൾ ചാടിപ്പോകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലവുമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ കൃത്യമായി അത് പരിഹരിക്കപ്പെടാനോ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനോ ഉള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നില്ല എന്നതല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ ഒന്നും ഇത്തരത്തിലുള്ള പാളിച്ചകൾ പരിഹരിക്കാൻ ഈ ഘട്ടങ്ങളിലൊന്നും ഒരു ചർച്ചകളും നടന്നില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. ഈ ഉദ്യോഗസ്ഥരുടെ കുറവിനെ കുറിച്ചൊക്കെ ഈ ആഭ്യന്തര വകുപ്പിന് ധാരണയുണ്ടായിരുന്നു, പരാതി നൽകിയിരുന്നു, പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ തുടരുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ മുന്നിൽ നിൽക്കുന്നത്? തീർച്ചയായും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് കൃത്യമായി അറിയാം ജയിലിലെ ജീവനക്കാരുടെ കുറവ്. അതുകൂടാതെ ഈ ജയിലിനകത്ത് മാത്രമല്ല പുറത്ത്, ചുറ്റുമതിലിന് പുറത്തും സുരക്ഷ വേണം. അത്തരം സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ മാസങ്ങളായിരിക്കുന്നു. ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും ഒരു തടവ് പുള്ളി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ ഗൗരവമാണ്. കാരണം അതിൽ നിന്നും ഇത്തരത്തിൽ ജയിൽ ചാടിയ സമീപകാലത്തൊന്നും ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ